Hi, this is Akhil from Race Kerala YouTube channel. First of all, എല്ലാവരും സേഫ് ആണ് വിശ്വസിക്കുന്നു. ലാസ്റ്റ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തത് ലോക്ക്ഡൗൺ ആ ഒരു ടൈമിൽ ഏകദേശം 3 മാസത്തിന് ശേഷമാണ് പാട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തത്. സോ അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നേരിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റേസിന്റെ ഓൺലൈൻ ക്ലാസ്സസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സെക്കൻഡ്, നമ്മൾ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് ഒരു ഓൺലൈനായിട്ട് ഒരു ക്വിസ് കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ ലെവൽ 1 വിജയികളെ കുറിച്ചുള്ള കാര്യം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. മൂന്നാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2020 എന്ന് പറയുന്ന ആ ഒരു വർഷം എങ്ങനത്തെ വർഷമായിരുന്നു, അതിനോടൊപ്പം തന്നെ IBPS റിസൾട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യും. സോ ഫസ്റ്റ് ഓഫ് ഓൾ റേസിന്റെ ഓൺലൈൻ ക്ലാസ്സസിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ഒരുപാട് എൻക്വയറി നമുക്ക് ബാക്ക് ടു ബാക്ക് നമ്മളോട് ചോദിക്കുന്നുണ്ട്, റേസിന്റെ ഓൺലൈൻ ക്ലാസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റേസിന്റെ ഓൺലൈൻ ക്ലാസ്സസ് കേരളത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ ഫസ്റ്റ് വീക്കിന് ശേഷമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാം, റേസ് എന്ന് പറയുന്നത് റേസിന്റെ ബ്രാൻഡ് അല്ലെങ്കിൽ റേസ് എന്ന് പറഞ്ഞ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫേമസ് എന്ന് പറയുന്ന റേസിന്റെ പ്രാക്ടീസ് സെക്ഷൻ ആണ്. റേസിൽ പഠിച്ചുള്ള കുട്ടികൾക്ക് പറയാം, റേസിന്റെ പ്രാക്ടീസ് സെക്ഷൻ ആണ് മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമ്മളൊന്നും വ്യത്യാസമാക്കുന്നത്. റേസിന് ഇത്രത്തോളം റിസൾട്ട് കൊടുക്കാനുള്ള മെയിൻ കാര്യം റേസിന്റെ പ്രാക്ടീസ് സ്ട്രാറ്റജിയാണ്. സോ റേസ് ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്നതിന്റെ മെയിൻ കാരണം വേറൊന്നുമല്ല, ഈ ഒരു സമയത്ത് ലോക്ക്ഡൗൺ ആയത് കാരണം ബേസിക് ക്ലാസ്സസ് മാത്രമായിരിക്കും ഓൺലൈനിൽ പോവുക. അതിനോടൊപ്പം തന്നെ പ്രാക്ടീസ് സെഷൻ നമ്മൾ ഓൺലൈനിലേക്ക് കൊണ്ടുവന്നിരുന്നു. അതായത് ക്ലാസ്സസ് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ നമ്മൾ പ്രാക്ടീസ് സെഷൻ നമ്മൾ കൊണ്ടുവരുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ നമ്മൾ വ്യക്തമായി പറയുന്നുണ്ട്, ഈ ലോക്ക്ഡൗൺ സ്റ്റാർട്ടിംഗ് തൊട്ട് നമ്മൾ എങ്ങനെയായിരിക്കും പ്രാക്ടീസ് സെഷൻ കൊണ്ടുപോകാനുള്ളത്. ആ പ്രാക്ടീസ് സെഷൻ വളരെ എഫക്റ്റീവായിട്ട് കൊണ്ടുവരും. ആ ദിവസം മുതൽ ഇപ്പൊ വരെ നമ്മൾ ആ ഒരു പ്രാക്ടീസ് സെഷൻ ബ്രേക്ക് കൊടുത്തിട്ടില്ല. നമ്മള് അതായത് പ്രാക്ടീസ് സെഷൻ നമ്മൾ എങ്ങനെയൊക്കെ കൊണ്ടുവരുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. അത് നമ്മൾ 4 ബ്രാഞ്ചസ് ഉണ്ട്. 4 ബ്രാഞ്ചസിൽ ഓരോ ബ്രാഞ്ച് പല ഇഷ്ടംപോലെ തന്നെ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യും. ആ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ നമ്മളൊരു മെന്ററിനെ അലോക്കേറ്റ് ചെയ്യും. ഡെയിലി അവർക്ക് പ്രാക്ടീസ് സെഷൻ അതിൽ ഉണ്ടായിരിക്കും. 2 to 5:30 വരെയും മെറ്റീരിയൽ ഷെയർ ചെയ്യാം. മെറ്റീരിയൽ സോൾവ് ചെയ്തിട്ട് സ്റ്റുഡൻസിനോട് തന്നെ അതിന്റെ ഫോട്ടോ ഷെയർ ചെയ്യാൻ പറയുന്നുണ്ട്. അതിനകത്ത് മാർക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇന്ന പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് വേറെ ലിങ്ക് ഉണ്ടായിരുന്നു വൈവാ ടീം ഇതിന് വേണ്ടിയിട്ട്. ആ വൈവാ ടീമിൽ കോള് പോയി അവരോട് ചോദ്യങ്ങൾ ചോദിക്കും, പറയാത്ത കുട്ടികൾ ഇൻഫോർമേഷൻ കാര്യങ്ങൾ അങ്ങനെയാണ് കൊടുത്ത് വളരെ എഫക്റ്റീവ് ആയിട്ട് പ്രാക്ടീസ്. ഏകദേശം 3000 പേരുള്ള കുട്ടികളാണ് ഒരു പ്രാക്ടീസ് സെക്ഷനിൽ പങ്കെടുക്കുന്നത്. അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം, നമ്മൾ ഷെയർ ചെയ്യാം. ജൂലൈ ഫസ്റ്റ് വീക്കിന് ശേഷം നമ്മൾ അഡ്മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേരളത്തിൽ എല്ലാ പ്രാക്ടീസിലും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ഓൺലൈൻ വഴിയായിരിക്കും നമ്മുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ കേസുകളിൽ വന്ന് അഡ്മിഷൻ എടുക്കാനാണെങ്കിൽ പോലും അപ്പോയിന്റ്മെന്റ് ബേസിസിലായിരിക്കും നമ്മൾ അവർക്ക് അഡ്മിഷൻ എടുക്കുക. അതായത് അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ട്രിവാൻഡ്രം, കൊച്ചി, തൃശ്ശൂർ, കാലിക്കറ്റ് എൻക്വയറി നമ്പർ ഉണ്ടായിരിക്കും. ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് അവരുമായിട്ട് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തതിനു ശേഷം അപ്പോയിന്റ്മെന്റ് സ്ലോട്ട് വഴി ആയിരിക്കും വിളിച്ചിലേക്ക് വന്ന് എൻക്വയറി നടത്തേണ്ടത്. ഒരുപക്ഷെ വരാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺ കോളിൽ കൂടെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. സോ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ഓൺലൈൻ ക്ലാസ്സസ് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അതിന് എക്സ്ട്രാ ചാർജസ് ഒന്നുമില്ല. അതായത് അതേപോലെ തന്നെ ഫസ്റ്റ് വീക്ക് നമ്മൾ ജൂലൈ ഫസ്റ്റ് വീക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യും. സെക്കൻഡ് വീക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് റേസിന്റെ ഒരു ആപ്ലിക്കേഷൻ ലിങ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആ ലിങ്ക് ത്രൂ അവർക്ക് വീട്ടിൽ തന്നെ നമുക്ക് റേസിന്റെ ക്ലാസ് അവർക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ലോക്ക്ഡൗൺ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ അഡ്മിഷൻ എടുത്ത കുറച്ച് കുട്ടികളുണ്ടാവും. സോ അവർക്കും ഈ ലിങ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സോ ഈ 2 പേർക്കും ക്ലാസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ ബേസിക് ക്ലാസ് ആണ് ഫസ്റ്റ് പോവുക. ക്ലാസ്സസിനോടൊപ്പം തന്നെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള പ്രാക്ടീസ് സെഷൻ നമ്മൾ അതേപോലെ തന്നെ കൊണ്ടുവരും. പ്രാക്ടീസ് സെഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പ്രാക്ടീസ് സെഷൻ ഉണ്ടായിരിക്കും പ്ലസ് വൈവ് ഉണ്ടായിരിക്കും. സോ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ജൂലൈ സെക്കൻഡ് വീക്കാണ്. അഡ്മിഷൻസ് ജൂലൈ ഫസ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് എൻക്വയറി കോൾ ചെയ്ത് കോൺടാക്ട് ചെയ്യാറുണ്ട്. ഓക്കെ. പിന്നെ ഓൺലൈൻ ക്ലാസ്സസ് എന്തുകൊണ്ട് റേസ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, നമ്മുടെ യൂട്യൂബിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. ഒരുപാട് ഓൺലൈൻ ക്ലാസ്സസ് ഇപ്പം ഹിന്ദിയിലാണെങ്കിലും ശരി, ഇംഗ്ലീഷിലാണെങ്കിലും ശരി, മലയാളത്തിലാണെങ്കിലും ശരി, എല്ലാം എടുക്കുന്നത് ഒന്ന് തന്നെയാണ്. പക്ഷെ പലതരം പല രീതിയിൽ പല ആംഗിൾസ് എടുക്കുന്നതേ ഉള്ളൂ. അപ്പം റേസിനെ സംബന്ധിച്ചിടത്തോളം റേസും ഓൺലൈൻ ക്ലാസ്സസ് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ അത് നിങ്ങളുടെ അവസാനം എഫക്റ്റീവ് അല്ല എന്നൊരു ഫീഡ്ബാക്ക് റേസിനെ കേൾക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് റേസ് ഓൺലൈൻ ക്ലാസ്സസ് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല, അതിനോടൊപ്പം തന്നെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അവർക്ക് പ്രാക്ടീസ് സെഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് റേസ് ക്ലാസ്സിനൊപ്പം തന്നെ പ്രാക്ടീസ് സെഷൻ കൊണ്ടുപോകാനുള്ള പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാര്യം ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ
റിപ്പയർ എടുത്താലും ശരി, ഒരു ഡോക്ടറിനെ എടുത്താലും ശരി, ഒരു എഞ്ചിനീയർ എടുത്താലും ശരി, അവർക്കൊക്കെ പഠിക്കാം. അവർക്കിപ്പം ഞാനിപ്പോൾ അവർ ക്ലാസ് കിട്ടും. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ എത്രത്തോളം പ്രിപ്പയർ ആണെന്നുള്ള കാര്യം അവർക്ക് അറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ക്രിക്കറ്റ് ആണെന്ന് നമുക്ക് ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അവർ എത്രത്തോളം സ്കിൽസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അവർക്ക് അറിയാൻ പറ്റുന്നു. ഡോക്ടറിനെ സംബന്ധിച്ചോളം ഒരു ഹോസ്പിറ്റൽ വേണം, എക്യുപ്മെന്റ് വേണം, ഒരു പേഷ്യന്റ് വേണം. ഡോക്ടർ എത്രത്തോളം പ്രിപ്പയർ ആണെന്നുള്ള കാര്യം അവർക്ക് അറിയാൻ പറ്റും. പിന്നെ എഞ്ചിനീയറിനെ സംബന്ധിച്ചോളം ഒരു വർക്ക് സൈറ്റ് വേണം, എക്യുപ്മെന്റ്സ് വേണം. സോ അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്കുള്ള സ്കില്ലും അവർ എത്രത്തോളം പ്രിപ്പയർ ആണെന്നുള്ള കാര്യം അവർക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ കോമ്പറ്റീവ് എക്സാം പഠിക്കുന്ന ഓരോ സ്റ്റുഡൻസിനും വേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ ടെസ്റ്റിന് എത്രത്തോളം സ്പീഡ് ഉണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റാഫ്, അതാണ് മെന്റർ എന്ന് പറയുന്നത്, സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫ്. അവർക്ക് ഡെയിലി അവർക്ക് ഹാൻഡ് ഔട്ട്സ് കൊടുക്കുക, അവരുടെ ലെവൽ ചെക്ക് ചെയ്യുക, അത് എത്രത്തോളമാണ് അവരിപ്പോൾ പ്രിപ്പയർ ആയിട്ടുള്ളത്, അവർ ഏത് ലെവലിലാണ് കാര്യം ചെക്ക് ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ മാത്രമാണ് അവർക്ക് റിസൾട്ട് വരാൻ സാധിക്കുക. അതുകൊണ്ടാണ് ലേസിന് ഇത്രയും റിസൾട്ട്. ഓക്കെ, സോ അതുകൊണ്ടാണ് ലേസ് കൂടുതലും ഓൺലൈനിൽ സപ്പോർട്ട് ചെയ്യാത്തത്. കാര്യം ഒരുപാട് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ലേസ് ഇപ്പോഴും തുടങ്ങാത്തതിന്റെ മെയിൻ കാര്യം ഓഫ്ലൈൻ പ്രാക്ടീസും കൂടെ പോയാൽ മാത്രമാണ് ലേസിന് റിസൾട്ട് കൊടുക്കാൻ സാധിക്കും. ഇതുവരെ നമ്മൾ ഓഫ്ലൈൻ പ്രാക്ടീസ് കൊടുത്തുകൊണ്ടിരുന്നത് ആ ലോക്ക്ഡൌൺ മുന്നേ വരെ ക്ലാസ് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് പ്രാക്ടീസ് സെഷൻ നമ്മൾ കൊടുക്കുന്നുണ്ടായി. സാധാരണ ഇതുവരെ പോയത്. ഇനിയിപ്പോൾ നമ്മൾ ന്യൂ അഡ്മിഷൻസ് പ്ലസ് ലോക്ക്ഡൌൺ മുന്നേ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് കൂടി ചേർന്നിട്ടായിരുന്നു അഡ്മിഷൻ കൊടുക്കുക. ഓക്കെ, സോ ഇതായിരുന്നു ലേസിന്റെ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഓൺലൈൻ ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ സെക്കൻഡ് വീക്ക് കൊണ്ടായിരിക്കും. സോ ജൂലൈ ഫസ്റ്റ് വീക്ക് കൊണ്ട് നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രാഞ്ച് എൻക്വയറി നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യും. സോ അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട്, അതായത് നമ്മുടെ ലോക്ക്ഡൌൺ ടൈമിൽ ക്വിസ് കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ടായി. സോ അതിന്റെ ലെവൽ 1ന്റെ വിന്നേഴ്സിനെ കുറിച്ചുള്ള കാര്യം ഞാൻ പറയാം. ആ ലെവൽ 1ന്റെ വിന്നേഴ്സിന്റെ ലിസ്റ്റ് കാണാനായിട്ട് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്കിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെവൽ 1ൽ ക്ലിയർ ചെയ്ത കുട്ടികളുടെ ലിസ്റ്റ് കാണാം. അതായത് ഓൾ കേരള ക്വിസ് കോമ്പറ്റീഷൻ ആയിരുന്നു. റേസും നോൺ റേസ് സ്റ്റുഡൻസും പങ്കെടുത്തിരുന്നു. സോ ആ ഒരു ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് കിട്ടും. ഇവരൊക്കെ ലെവൽ 2ലേക്ക് സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സ് ആണ്. ലെവൽ 2 എന്ന് പറഞ്ഞാൽ ലോക്ക്ഡൌണിന് ശേഷം അതാത് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കും നമ്മൾ കണ്ടക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്രിവാൻഡ്രം സോണുണ്ട്, കൊച്ചി സോണുണ്ട്, തൃശ്ശൂർ സോണുണ്ട്, കാലിക്കറ്റ് സോണുണ്ട്. അതാത് സോണുകളിലുള്ളിൽ വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ സോൺ അടുത്ത് വരുന്ന ആ ഒരു പാലസിലേക്ക് പോയിട്ട് ലെവൽ 2 പങ്കെടുക്കും. വിജയത്തിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബിഫോർസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സോ ലിസ്റ്റ് ഞാൻ ഈ പറഞ്ഞ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ കൺഗ്രാറ്റ് ഫോർ ദ ലെവൽ 1 വിന്നേഴ്സ്. അതിനുശേഷം അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 2020 എന്ന് പറയുന്ന ഒരു വർഷം ഇങ്ങനത്തെ വർഷമായിരുന്നു. സത്യം പറഞ്ഞാൽ 2020 എന്ന് പറയുന്ന ഒരു വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് എ ഇയർ ഓഫ് ഫൈൻഡിങ് യുവർസെൽഫ്. നമ്മളെ തന്നെ തിരിച്ചറിയുന്ന വർഷമായിരുന്നു 2020. സത്യമല്ലേ? 2020 നമുക്ക് തന്നെ കാര്യം സോഷ്യൽ മീഡിയയിലാണ് നമ്മൾ ചെക്ക് ചെയ്ത കാണാം. ഒരുപാട് പേര് അവരുടെ കഴിവ് തിരിച്ചറിയുന്ന വർഷമായിരുന്നു 2020. ഓക്കെ, സോ 2020 ഇപ്പോൾ ഫിനാൻഷ്യലി നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഹെൽത്ത് വൈസ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ 2020 കാര്യം 2019 വരെ നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ ബിസി ആയിരുന്നു. നമ്മളെ തന്നെ തിരിച്ചറിയുന്ന സമയം നമുക്കില്ലായിരുന്നു. 2020 നമുക്ക് നമ്മളെ തന്നെ മനസ്സിലായി. നമ്മുടെ എന്താ പറയുക, നമ്മുടെ സിറ്റുവേഷൻ നമ്മൾ എവിടെയാണ്, നമ്മൾ ഏത് ലെവലിലാണെന്ന് പറയാൻ നമുക്ക് മനസ്സിലായി. ഒരുപാട് പേര് ഇപ്പോൾ എൻക്വയറി ചെയ്യാൻ വിളിക്കുന്നതെന്ന് നമ്മൾ ചോദിക്കുന്നു. സാറേ ലോക്ക്ഡൌൺ എനിക്ക് പ്രൈവറ്റ് ഫോമിലായിരുന്നു, ഒരു ഗവൺമെന്റ് ജോബിലേക്ക് നോക്കിയാൽ പോയാൽ ഈ ഒരു ലോക്ക്ഡൌൺ കാരണം എനിക്ക് മനസ്സിലാക്കത്തോളമാണ് ഗവൺമെന്റ് ജോബ് എന്ന് പറയുന്ന ആ ഒരു സെക്യൂരിറ്റി നമുക്ക് തരുന്ന കാര്യം എനിക്ക് മനസ്സിലായി. സോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവർ തിരിച്ചു കൊടുക്കും. അതായത് ടാലന്റിനോടൊപ്പം തന്നെ ലൈഫിൽ അവർ ഏത് സിറ്റുവേഷനിലാണ് ഇന്ന് ഓവർകം ചെയ്യാൻ അവർ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ അവർക്ക് മനസ്സിലായി. സത്യമായ 2020 എന്ന് പറയുന്ന ആ ഒരു വർഷം ഇറ്റ് വാസ് എ ഇയർ ഓഫ് ഫൈൻഡിങ് യുവർസെൽഫ്. നമ്മളെ തന്നെ തിരിച്ചറിയുന്ന വർഷമായിരുന്നു 2020 എന്ന് പറയുന്നത്. സോ 2020 ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. 2020 ഇനിയും നമുക്ക് ഇനിയിപ്പോൾ ജൂലൈ ഓഗസ്റ്റിന് മീൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം നോട്ടിഫിക്കേഷൻസ് ഇഷ്ടംപോലെ നമുക്ക് കൊടുക്കേണ്ടി വരാം. 2021 വരാൻ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഞാൻ നോട്ടിഫിക്കേഷൻസിനെ പറയാൻ കാരണം വേറെ ഒന്നുമല്ല. 2020 നമുക്ക് ITPS റിസൾട്ട് വരുന്നുണ്ട്. ഏകദേശം 900 മേളിലെ കുട്ടികൾ, 937 സംതിങ് കുട്ടികളാണ് നമുക്ക് ക്ലിയർ ചെയ്യുന്നത്. സോ ഇവരാരും ഈ പറഞ്ഞ 2020 പഠിച്ചു തുടങ്ങിയ കുട്ടികളല്ല. 2019 18 പഠിച്ചു തുടങ്ങിയ കുട്ടികളാണ് ഇപ്പോൾ ഈ ക്ലിയർ ആയി കുട്ടികൾ. സോ എനിക്ക് പറഞ്ഞ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ജോബ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ദയവായിട്ട് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഞാൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റാണ് ദയവായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ലക്ഷക്കണക്കിനുള്ള കുട്ടികൾ ഇതേ ചിന്തകൾ എടുക്കുന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. സോ അവരുമായി നിങ്ങൾ കോമ്പറ്റീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദയവായി ഒരു പടി മുകളിലായിരിക്കണം നിങ്ങൾ നിൽക്കേണ്ടത്. അതായത്
നിങ്ങളുടെ പ്രാക്ടീസും കാര്യങ്ങളും നിങ്ങൾ നേരത്തെ തുടങ്ങിക്കാൻ പ്രശ്നമല്ല. 2020 ഇപ്പോൾ IPS ക്ലർക്ക് പാസ്സായ കുട്ടികൾ ഒരു 2-3 കുട്ടികളുടെ വീട്ടിൽ നമ്മൾ പോകുന്നുണ്ടായിരുന്നു. ഒരു സക്സസ്ഫുൾ സ്റ്റോറി നമുക്ക് അറിയാനുണ്ട്. നമ്മൾ പോയി നമ്മൾ കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് അതിന്റെ വീഡിയോസ് നിങ്ങൾക്ക് ബാക്ക് ടു ബാക്ക് നമ്മൾ വീഡിയോ ഈ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. സോ അവര് പറയുന്ന അത് പല ഈ നമ്മൾ പോയി കണ്ട പല കുട്ടികളും പല ഫാമിലി ബാക്ക്ഗ്രൗണ്ടും പല സിറ്റുവേഷനിലും അവർ ചെയ്ത സ്റ്റോറിയാണ്. അവർ പ്രാക്ടീസ് തുടങ്ങി ഏകദേശം 1 വർഷമായി. 1 വർഷത്തിൽ അവർ ഒരുപാട് എക്സാമുകൾ അവർ ക്ലിയർ ചെയ്യാതെ പോയിട്ടാണ് അവസാനം അവർ വിടാതെ പഠിച്ചപ്പോഴാണ് അവർ 2020 ക്ലിയർ ആയത്. ശരി പറയാനുള്ള മെയിൻ കാര്യം ദയവായിട്ട് 2020 ഇനി ലോക്ക്ഡൌൺ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. ദയവായി അതുകൊണ്ട് വീട്ടിലാണെങ്കിൽ പോലും ദയവായി റേസിന്റെ കുട്ടികളാണെങ്കിൽ ദയവായി പ്രാക്ടീസ് സെഷൻ നിങ്ങൾ ഫുൾ ഫ്ലെഡ്ജിൽ തന്നെ നിൽക്കുക. ഒപ്പോണ്ടിരിക്കണം, അതേ രീതിയിൽ തന്നെ നിൽക്കുക. ഓക്കെ, ദയവായി അത് ഡീവൈഡ് ചെയ്ത് മാത്രം പോകാതിരിക്കുക. പിന്നെ അടുത്ത മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ നമ്മൾ ഇനി എന്തൊക്കെ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ തൊട്ട് നമ്മൾ റെഗുലർ ആയിട്ട് കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഡെയിലി നിങ്ങൾക്ക് ആ കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റേസിന്റെ ഫാക്കൽറ്റീസ് അപ്ലോഡ് ചെയ്യുന്ന ഷോർട്ട് കട്ട് വീഡിയോസ്, ടിപ്സിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ നമ്മൾ ഷെയർ ചെയ്യും. സോ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. വീഡിയോസ് സോ മൺഡേ ടു സാറ്റർഡേ, അതായത് തിങ്കൾ മുതൽ ശനി വരെ ഇങ്ങനത്തെ അക്കാഡമിക്സ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും പോവാം. അതായത് ക്ലാസസിന്റെ വീഡിയോസ്, അതായത് ഈ പറഞ്ഞ ടിപ്സ് ആൻഡ് ഷോർട്ട് ടൈംസ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യും. പിന്നെ വീക്ക്ലി വൺസ് നമ്മൾ ഒരു ഹാഫ് ആൻ അവർ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ സെക്ഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ലൈവ് ആയിരിക്കും. സോ നിങ്ങൾക്ക് ലൈവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഓൺ കോളിൽ കൂടെ തന്നെ ഈ ലൈവിൽ കൂടെ തന്നെ അവരുടെ ബോർഡിൽ തന്നെ ആ സംശയം കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ട് പിന്നെ ഈ പറഞ്ഞ ഒരു ക്വിസ് കോമ്പറ്റീഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. സോ അതിനെക്കുറിച്ചുള്ള ഫർദർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അപ്കമിംഗ് വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സൺഡേസ് എന്താ പ്ലാൻ ചെയ്യുന്നത്? മൺഡേ ടു സാറ്റർഡേ ഫുൾ അക്കാഡമിക്സും ബാക്കിയുള്ള കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് പോകും. സൺഡേസ് എന്ന് പറയുന്നത് ടാലന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റേസ് ഫെസ്റ്റ് നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് നല്ല കഴിവുകൾ അവർ തെളിയിക്കാൻ പറ്റിയ അല്ലെങ്കിൽ കഴിവുകൾ അവർക്ക് കാണിക്കാൻ പറ്റിയ പ്ലാറ്റ്ഫോം ആയിരുന്നു റേസ് ഫെസ്റ്റ്. സോ അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ കൂടെ ആ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ തയ്യാറാക്കുന്നത് 2020 ഒരുപാട് കുട്ടികൾ ഇഷ്ടംപോലെ കഴിവുകളായിട്ട് ഇപ്പോൾ ഇത് വരുന്നുണ്ട്. സോ അവർക്ക് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം. സോ 2020 നമ്മൾ ഈ റേസിന്റെ ഈ ഒരു ഇനിയുള്ള ഒരു സൺഡേസ് എന്ന് പറയുന്നത് ലോക്ക്ഡൌൺ കഴിയുന്നവരാണ് ഇപ്പൊ പ്ലാൻ എന്ന് പറയുന്നത്. സൺഡേസിൽ നിങ്ങൾക്കുള്ള കഴിവ്, പാട്ടാവട്ടെ, ഡാൻസ് ആവട്ടെ, അല്ലെങ്കിൽ പല ടാലന്റുകളുണ്ട്. അതിനുള്ള വീഡിയോസ് നിങ്ങളുടെ മെന്ററിന്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കോർഡിനേറ്ററിനോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ യൂട്യൂബ് ടീമിലേക്ക് ഷെയർ ചെയ്യും. സൺഡേസിൽ നിങ്ങൾ ആ ഒരു വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വേണ്ടി നമ്മൾ ഷെയർ ചെയ്യും. സൺഡേസ് മാത്രമായിരിക്കും ഒരു ഡേ. ബാക്കിയുള്ള അത്രയും ദിവസങ്ങളും ക്ലാസ്സും കാര്യങ്ങളായിരിക്കും. ഞായറാഴ്ചകളിൽ ഇപ്പം ഡാൻസ് ആവട്ടെ, പാട്ടാവട്ടെ, എന്ത് ടാലന്റും ആവട്ടെ, നിങ്ങൾ നമുക്ക് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളുടെ കോർഡിനേറ്റർ അയച്ചു കൊടുത്താൽ നമ്മൾ യൂട്യൂബ് ചാനൽ വഴി നമ്മൾ അത് അപ്ലോഡ് ചെയ്യുന്നത്. അതിന് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള മെയിൻ കാര്യങ്ങൾ. സോ യൂട്യൂബിൽ ഇത് ബാക്ക് ടു ബാക്ക് വീഡിയോസ് ഉണ്ടായിരിക്കും. പിന്നെ ഓൺലൈൻ ക്ലാസ്സസ് റേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻ ദി പെർസ്പെക്റ്റീവ് ഓഫ് പ്രാക്ടീസ് സെഷൻ വിത്ത് ഒന്നിനും റേസ് തയ്യാറല്ല. അതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സസ് പിന്നെ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട്, സാറേ ക്ലാസ്സസ് മാത്രം കിട്ടുള്ളൂ, ക്ലാസ്സസ് മാത്രം റേസ് പ്രൊവൈഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, ക്ലാസ്സസ് മാത്രം കൊണ്ട് റിസൾട്ട് വരുന്നില്ല. റേസിന് ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ റേസിനെ സംബന്ധിച്ചുള്ള റേസിന് റിസൾട്ട് ആണ്. അതായത് റേസിനെ ഫേമസ് ആക്കിയത് റിസൾട്ട് വെച്ചിട്ടാണ്. സോ ഇനിയും റേസിന്റെ ഫുൾ ഫോക്കസ് എന്ന് പറയുന്നത് റിസൾട്ടിലായിരുന്നു. ഇപ്പൊ ഓഫ്ലൈൻ ആണ്, ഇപ്പൊ ഓൺലൈൻ ആണെങ്കിൽ പോലും ഓൺലൈൻ ക്ലാസ്സസ് മാത്രമല്ല, ഓൺലൈൻ ക്ലാസ്സിനൊപ്പം തന്നെ പ്രാക്ടീസ് സെഷൻ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകും. സോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കണ്ടോളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാഞ്ചിൽ അതാത് എൻക്വയറി നമ്പർ ഉണ്ട്, ഹൗസ് ഓണേഴ്സിനോട് പറയാം, അവർ എൻക്വയറി നമ്പർ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ സോൾവ് ചെയ്യും. ഓക്കെ, സോ എന്തായാലും ഇപ്പോഴും ദയവായി സേഫ് ആയിട്ട് ഇരിക്കുക. കാര്യം ഇപ്പോഴും നമ്മൾ ആ ഒരു പ്രതിസന്ധി തരണം ചെയ്തിട്ടില്ല. ദയവായിട്ട് വീട്ടിലാണെങ്കിൽ പോലും സേഫ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ദയവായി മാസ്കും സാനിറ്റൈസേഴ്സും ദയവായിട്ട് യൂസ് ചെയ്യുക.
പിന്നെ ജൂലൈ ഫസ്റ്റ് വീക്ക് തൊട്ടായിരിക്കും അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും നമ്മൾ ഇച്ചിരി ഈ റെസ്ട്രിക്ഷൻസ് ഒക്കെ വച്ചിട്ടായിരിക്കും നമ്മൾ അഡ്മിഷൻ എടുക്കുക. അപ്പം അതിനുവേണ്ടി നിങ്ങൾ മുൻകൂട്ടി തന്നെ അപ്പോയിൻമെന്റ് എടുക്കുക. മോസ്റ്റ്ലി ഓൺലൈൻ അഡ്മിഷൻസ് നിങ്ങൾ നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ദൂരത്തുള്ളവർക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ അഡ്മിഷൻസ് ആയിരിക്കും നല്ലത്. അടുത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതാത് എൻക്വയറി നമ്പറിൽ വിളിച്ച് അപ്പോയിൻമെന്റ് എടുത്തതിന് ശേഷം മാത്രമാണ് മീൻസ് എൻക്വയറി ഓഫീസിലേക്ക് വരിക. എൻക്വയറി ഓഫീസ് മാത്രമായിരിക്കും ഓപ്പൺ ആയിരിക്കും. ക്ലാസ്സസ് ഒന്നും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അതൊക്കെ ബാക്കിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്തായാലും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്.